ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കും ലക്ഷ്യ ഫാഷൻ ഡിസൈനിംഗ്, ബസ് സ്റ്റാൻഡിന് സമീപം, ചെറുപുഴ. അരങ്ങം ഹിന്ദുമേളയുടെ സമാപന സമ്മേളനത്തിൽ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ KP ബിജു മാസ്റ്റർ സ്വാഗതം ആശംസിച്ചു. SNDP യോഗം ദേവസ്വം സെക്രട്ടറി അരയാക്കണ്ടി സന്തോഷ് അധ്യക്ഷത വഹിച്ചു. PR രാമവർമ്മ രാജ് പുരസ്കാര സമർപ്പണം വിജയ നീലകണ്ഠന് സമർപ്പിച്ചു. J നന്ദകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. സംഘാടക സമിതി വൈസ് ചെയർമാൻ സന്തോഷ് MA നന്ദി രേഖപ്പെടുത്തി. തുടർന്ന് അരങ്ങം NSS കരയോഗ ബാലസമാജത്തിന്റെ തിരുവാതിരകളിയും കഥകളി, കുചേലവൃത്തം എന്നിവയും അരങ്ങേറി. സന്ദേശ് തമ്പാൻ ആലക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്. പറഞ്ഞു വന്നത്, ഈ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ എൻ്റെ ഒരു സ്വാതന്ത്ര്യം എടുത്തുകൊണ്ട് ഞാൻ പറയാണ്, അവിസ്മരണീയമായ ഓർമ്മകൾ എന്തെങ്കിലും അവർക്കുണ്ടെങ്കിൽ ഒരു 4 മിനിറ്റിൽ അധികമാവാത്ത രീതിയിൽ സംക്ഷിപ്തമായി അത് പറയുവാൻ സാധിക്കുമെങ്കിൽ ഞാൻ അവരെ ഹാർദമായി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ കുംഭമേളയുടെ അനുഭവം, പ്രത്യേകിച്ചുണ്ടായ അവരുടെ അനുഭവം പറയുക. കാരണം നമ്മളിവിടെ കുംഭമേള സംഘമാണ് വെച്ചിരിക്കുന്നത്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കടന്നു വരാം. ആരും വരുന്നുണ്ട്, തീർച്ചയായിട്ടും സന്തോഷം. അടുത്ത പരിപാടിയിലേക്ക് കടക്കേണ്ടുന്ന സമയം അതിക്രമിച്ചത് കൊണ്ട് മാത്രമാണ് സമയം. അപ്പോൾ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ ഈ കുംഭമേളയിൽ പങ്കെടുത്തത്. അതിനു മുൻപും ചാർധാം എന്ന ഒരു പരിപാടിയുണ്ട്. അതും വളരെ അപ്രതീക്ഷിതമായിട്ട് ഒരു 1-2 ആഴ്ചത്തെ ഇടവേളയിൽ സമയത്താണ് അതിലെനിക്ക് പങ്കെടുക്കാൻ സാധിച്ചത്. ഒരു സ്വാമി എൻ്റെ ക്ലിനിക്കിൽ ചികിത്സക്ക് വന്നിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ 2ാമത്തെ അപ്പോയിൻമെൻറ്റ് കൊടുക്കുമ്പോൾ എന്നോട് പറഞ്ഞു, ഡോക്ടർ അത്ര നീട്ടിപ്പോയാൽ എനിക്ക് കുംഭമേളക്ക് പോകണം, അപ്പോൾ അതിന് മുമ്പേ എനിക്കൊരു ഡേറ്റ് തരണം എന്ന് പറഞ്ഞപ്പോൾ, അപ്പോൾ അതിന് മുൻപേ ഈ വാട്സാപ്പിലൊക്കെ നമ്മുടെ ബന്ധുക്കളും മറ്റു സുഹൃത്തുക്കളൊക്കെ പോയി വന്നത് കണ്ടതിന് ശേഷം എനിക്കും ഭാര്യയുടെ സദസ്സിലിരിക്കുന്നുണ്ട്, അത് പോകണമെന്ന് വല്ലാതൊരു ആഗ്രഹം തോന്നി. അപ്പോൾ ഞാനത് കൂടുതൽ പുറത്ത് പ്രകടിപ്പിച്ചില്ല. കാരണം പിന്നെ എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല, വീട്ടിൽ എന്തായാലും പോകണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ സ്വാമിജി അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഞാനും വന്നോട്ടെ. അപ്പോൾ അന്നേരം പറഞ്ഞപ്പോൾ അതിൽ പോയി പരിഹാരം നോക്കും. പക്ഷേ പാമ്പുകളെ കുറിച്ചുള്ള നമ്മുടെ തെറ്റിദ്ധാരണയാണ് ആ ഒരു അറപ്പുകളൊക്കെ മാറ്റിവെച്ച് അതിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. അതൊരു പ്രത്യേകമാണ്. പ്രകൃതിസ്നേഹി നമ്മൾ ഒരുപാട് പേരെ വിശേഷിപ്പിക്കാം. പക്ഷെ ഒരു സർപ്പസ്നേഹിയെ ഞാൻ നേരിട്ട് കണ്ടതിൽ അദ്ദേഹം മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു സന്തോഷം കൂടെ ഉണ്ട്. എൻ്റെ അപ്പൂപ്പൻ്റെ പേരിലുള്ള ഈ പുരസ്കാരം അദ്ദേഹത്തിന് കൊടുക്കുവാൻ സംഘാടകർ തീരുമാനിച്ച അവരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. സ്വാഗത പ്രസംഗകനും സൂചിപ്പിച്ച, അതിനു മുമ്പ് സംസാരിച്ച 2 സ്വാമിമാരും സൂചിപ്പിച്ച, അവിടെ കൃതജ്ഞത പറഞ്ഞ ബാലകൃഷ്ണനും ഒക്കെ സൂചിപ്പിച്ച ചില ആളുകളൊക്കെ ചേർന്ന് പ്രചരിപ്പിക്കുന്നത് എന്താണ്? കാലങ്ങളായി പറയുന്നത് ഭാരതത്തെക്കുറിച്ച്, ഹിന്ദുക്കളെക്കുറിച്ച് ജാതി ചിന്തയുടെ പ്രശ്നം, സ്ത്രീകളെ അവമതിക്കുന്നവരുടെ നാട്, എന്തെല്ലാം ഭത്സന വാക്കുകളാണോ പറയാനുള്ളത് അത് മുഴുവൻ ഹിന്ദു സമൂഹത്തെ കുറിച്ച് പറയും. പക്ഷേ കുംഭമേളയിൽ പോയ ആ 66,30,00,000 ഭക്തജനങ്ങളിൽ ഒരാൾ പോലും പറയില്ല അവിടെ ആരെങ്കിലും എൻ്റെ ജാതി ചോദിച്ചു.
അല്ലെങ്കിൽ പോയാൾ മറ്റൊരാളോട് ജാതി ചോദിച്ചതായി ഒരാൾ പോലും പറയില്ല. ഞാനും പോയിരുന്നു കുറച്ച് ദിവസങ്ങൾ അവിടെ. ഇത് മാത്രമല്ല, ഇതിനു മുമ്പ് ഉജ്ജയിനിയിൽ നടന്നപ്പോഴും, അതിനു മുമ്പ് നാസിക്കിൽ നടന്നപ്പോഴും, അതിനു മുമ്പ് പ്രയാഗ്രാജിൽ നടന്നപ്പോഴും ഒക്കെ പോകാനിടയായിട്ടുണ്ട്. ഒരു തവണ പോലും ആ അനുഭവം ഉണ്ടായിട്ടില്ല. കറുത്തവനും വെളുത്തവനും ഇരുണ്ടവനും എല്ലാം ഒരുമിച്ചാണ് അവിടെ തീർത്ഥ സ്നാനം നടത്തുന്നത്, ത്രിവേണിയിൽ അമൃത സ്നാനം നടത്തുന്നത്. അവരിൽ ആ ഒരു അമൃത സ്നാനം നടത്തുമ്പോൾ ഉയരുന്ന ബോധമെന്താ, ഉണരുന്ന ബോധമെന്താ? അത് നമ്മൾ ഒന്നാണ് എന്ന ബോധമാണ്. ഒന്നാണ് നമ്മളെന്ന. എനിക്ക് വളരെ വളരെ ഇന്ത്യയിലും വിദേശത്തും നിരവധി ജോലി സാധ്യതയുള്ള ഫാഷൻ ഡിസൈനിംഗ് കോഴ്സ് ഇനി ചെറുപുഴയിലും. മാറുന്ന ഫാഷൻ സങ്കല്പങ്ങൾക്ക് നിറപ്പകിട്ടേക്കാൻ ഒരു സുവർണ അവസരം. ലക്ഷ്യ ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് ലേഡീസ് ടൈലറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ചെറുപുഴ. കട്ടിംഗ് ആൻഡ് സ്റ്റിച്ചിങ്, ഹാൻഡ് വർക്ക്, എംബ്രോയിഡറി, ഗ്ലാസ് പെയിന്റിംഗ്, ഡോൾ മേക്കിംഗ്, ആര്യ വർക്ക് എന്നിവയിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനം. വിവാഹം, ആദ്യ കുർബാന, സ്പെഷ്യൽ ഇവന്റ് ഏതുമാവട്ടെ, കസ്റ്റമറുടെ അഭിരുചിക്കനുസരിച്ച് ഡിസൈൻ ചെയ്യാൻ പ്രാപ്തരാക്കുകയും ഡിസൈനുകൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. ബ്യൂട്ടീഷ്യൻ കോഴ്സുകൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ലക്ഷ്യ ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് ലേഡീസ് ടൈലറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ബസ് സ്റ്റാൻഡിന് സമീപം, ചെറുപുഴ. ലക്ഷ്യ ഹോം നഴ്സിംഗ് കെയർ സെന്റർ, കേരള ബാങ്കിന് സമീപം, ചെറുപുഴ. ഞങ്ങളുടെ മറ്റു സേവനങ്ങൾ: വീട്ടുജോലി, രോഗശുശ്രൂഷ, പ്രസവ ശുശ്രൂഷ, കുട്ടികളെ നോക്കൽ, ആശുപത്രി കൂട്ടിരിപ്പ്. ലക്ഷ്യ ഹോം നഴ്സിംഗ് കെയർ സെന്റർ, ചെറുപുഴ.